ശുദ്ധമായ റമളാനെ ഉൾക്കൊണ്ടോ മക്കളെ? വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കുക. റമളാന്റെ രാത്രിയിൽ നാടിന്റെ നാനാഭാഗത്തു നിന്നും വണ്ടി പിടിച്ചിവിടെ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, അനുഗ്രഹീതവും പുണ്യവുമായ റമളാന്റെ പേരിൽ മതപ്രഭാഷണം കേൾക്കാമെന്ന മക്കളെ ഗൗരവപൂർവ്വം ചിന്തിക്കണം. അനുഗ്രഹത്തിന്റെ പുണ്യത്തിന്റെ മാസം ഇതാ നമ്മോട് വേർപെടാൻ പോകുന്നു. ഇനി നമ്മോട് ഏതാനും എണ്ണപ്പെട്ട ദിവസങ്ങൾ കഴിയുമ്പോൾ അടുത്ത വെള്ളിയാഴ്ച പള്ളിയിൽ നിന്നുകൊണ്ട് അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ, അസ്സലാമു അലൈക യാ ശഹ്റൽ ബർക്കത്തി വർ-റിദ്വാൻ, അസ്സലാമു അലൈക യാ ശഹ്റ സലാത്തി ശഹ്റ തറാവീഹി വൽ മസാബീഹ്. അനുഗ്രഹത്തിന്റെ പുണ്യമായ റമളാൻ മാസത്തോട് സലാം പറഞ്ഞുകൊണ്ട് ഖതീബ് മിമ്പറിൽ നിന്ന് ഖുതുബ ഓതുമ്പോൾ എന്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിൽ ചലനം സൃഷ്ടിക്കുന്നുണ്ടോ മക്കളെ? അനുഗ്രഹീതമായ റമളാൻ മാസം ഏർപ്പെടാൻ പോകുകയാ. ഈ മാസത്തിന്റെ പ്രത്യേകത നമ്മൾ ഉൾക്കൊണ്ടിരുന്നു. ഈ മാസത്തെ നമ്മൾ ആദരിച്ച്, ഈ മാസത്തെ നമ്മൾ ബഹുമാനിച്ച് മഹാനായ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താ? പരിശുദ്ധമായ റമളാൻ മാസത്തിലെ ശ്വാസോച്ഛ്വാസത്തിന് തസ്ബീഹിന്റെ കൂലിയാ. ഈ പുണ്യമായ റമളാന്റെ ആദരവും ബഹുമാനവും അള്ളാഹുവിന്റെ പ്രവാചകൻ എത്രത്തോളം ആദരിച്ച് നമ്മോട് പറഞ്ഞ മാസമാ. ഒരു കാര്യം നമ്മൾ അറിയണം, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് കൊണ്ടല്ല മക്കളെ റമളാന് മഹത്വമുണ്ടാകുന്നത്. റമളാൻ മഹത്വമുള്ള മാസമായതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആൻ ഇറക്കാൻ തെരഞ്ഞെടുത്തത് ഈ പുണ്യമായ മാസത്തിനെയാണ് മക്കളെ. അള്ളാഹുവിന്റെ 12 മാസങ്ങളിൽ അള്ളാഹു ഏറ്റവും പുണ്യമായ മാസമാക്കി മാറ്റിയിരിക്കുന്ന റമളാൻ. ആ റമളാനിൽ ഖുർആൻ ഇറങ്ങിയത് കൊണ്ടല്ല റമളാന് മഹത്വമുണ്ടാകുന്നത്. റമളാന്റെ മഹത്വം കൊണ്ടാണ് വിശുദ്ധ ഖുർആനെ അള്ളാഹു റമളാനിൽ ഇറക്കിയത്. റമളാന്റെ മഹത്വം കൊണ്ടാണ് അള്ളാഹു റമളാനിൽ പിശാചുക്കളെ ചങ്ങലയിടുന്നത്. റമളാന്റെ മഹത്വം കൊണ്ടാണ് അള്ളാഹു റമളാനിൽ നരകമോചിതരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത്. റമളാന്റെ മഹത്വം കൊണ്ടാണ് റമളാനിൽ അള്ളാഹു റഹ്മത്തിന്റെ വാതിലുകൾ തുറക്കുന്നത്. അല്ലാതെ റമളാൻ മാസം ഇതുകൊണ്ടൊന്നും മഹത്വമാകുന്ന മാസമല്ല. റമളാൻ അനുഗ്രഹത്തിന്റെ മാസമാ, പുണ്യത്തിന്റെ മാസമാണ് മക്കളെ. മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചതാ, റമളാനിൽ ഒരാൾ ശ്വാസം വിടുന്നതിന് നോമ്പുകാരന്റെ ശ്വാസോച്ഛ്വാസത്തിന് തസ്ബീഹിന്റെ കൂലിയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. നോമ്പുകാരൻ ക്ഷീണം കൊണ്ടൊരൽപ്പം മയങ്ങിപ്പോയാൽ ആ മയക്കത്തിന് ഇബാദത്തിന്റെ കൂലിയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാ. ഈ മാസത്തിന്റെ ഓരോ സെക്കൻഡുകളും അനുഗ്രഹത്തിന്റെ സെക്കൻഡുകളാ. ഈ പുണ്യമായ മാസത്തിലെ ഓരോ സെക്കൻഡുകളും പാഴാക്കാൻ പാടില്ലാത്ത സെക്കൻഡുകളാ. അനുഗ്രഹത്തിന്റെ, റഹ്മത്തിന്റെ, ബർക്കത്തിന്റെ, നരകമോചനത്തിന്റെ, പാപമോചനത്തിന്റെ, പുണ്യത്തിന്റെ മാസമായി ഈ റമളാൻ. എന്റെ പ്രിയപ്പെട്ട ഇസ്ലാമിന്റെ മക്കളെ, അല്ലാഹു നമുക്ക് ആദരിച്ചു തന്ന ഈ പുണ്യമായ റമളാൻ മാസം, ഈ പുണ്യമായ റമളാൻ മാസത്തെ നമ്മൾ ബഹുമാനിച്ചോ, ഈ പുണ്യമായ റമളാൻ മാസത്തെ നമ്മൾ ആദരിച്ചോ, ഈ റമളാനിൽ നമ്മുടെ വാക്കുകളെ നമ്മൾ സൂക്ഷിച്ചോ, ഈ റമളാനിൽ നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിച്ചോ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരൻ ചിന്തിക്കുക, എന്റെ ചെറുപ്പക്കാരൻ ചിന്തിക്കുക. നാവുകൊണ്ട് തെറ്റ് പറയാതിരുന്നോ, നാവുകൊണ്ട് പരദൂഷണം പറയാതിരുന്നോ, പരദൂഷണത്തിൽ നിന്ന് പൂർണ്ണമായി അകന്നു നിന്നോ ഈ റമളാനിലെ? ചെവി കൊണ്ട് പരദൂഷണം കേൾക്കാതിരുന്നോ, നാവുകൊണ്ട് ഏഷണി കൂട്ടാതിരുന്നോ, കണ്ണുകൊണ്ട് ഹറാമ് കാണാതിരുന്നോ? പൊന്നുമോനെ, അല്ലാഹു ഇഷ്ടപ്പെടാത്തതൊന്നും നിന്റെ കണ്ണുകൊണ്ട് കണ്ടില്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ ഈ റമളാനില്? ഈ റമളാനില് നീ അന്യ പെണ്ണുങ്ങളെ നോക്കിയില്ലെന്ന് പറയാൻ പറ്റുമോ? ഈ റമളാനില് നീ സിനിമാ പോസ്റ്ററിലെ നഗ്നയായി നിൽക്കുന്ന പെണ്ണിന്റെ ഫോട്ടോ നോക്കിയില്ലെന്ന് പറയാൻ പറ്റുമോ? ഈ റമളാനിൽ നീ ഹറാമായ കാഴ്ച കണ്ടില്ലെന്ന് പറയാൻ പറ്റുമോ? ഈ അനുഗ്രഹീത റമളാനിൽ നിന്റെ കണ്ണിനെ നീ സൂക്ഷിച്ചോ പൊന്നുമോനെ? ഈ റമളാനിൽ നിന്റെ മനസ്സിൽ ദുഷ്ചിന്തകൾ വരാതെ നിന്റെ മനസ്സിനെ നീ സൂക്ഷിച്ചോ പൊന്നുമോനെ? ഈ റമളാനിലെ തെറ്റിലേക്ക് നടക്കാതെ നിന്റെ കാലിനെ നീ തടഞ്ഞോ പൊന്നുമോനെ? ഈ റമളാനിൽ നിന്റെ കൈ കൊണ്ട് നീ തെറ്റ് ചെയ്യാതെ കയ്യെ നീ തെറ്റിൽ നിന്ന് പിൻവലിച്ചോ പൊന്നുമോനെ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മനസാക്ഷിയോട് ചോദിക്കുക, ഈ അനുഗ്രഹീത റമളാനെ വേണ്ടവണ്ണം ആദരിച്ചോ എന്ന്? റമളാന്റെ എല്ലാ പകലുകളും നോമ്പ് നോറ്റോ? റമളാനിലെ നോമ്പുകൾ ഫലവത്തായോ? റമളാന്റെ ഫർള് നിസ്കാരങ്ങൾ നിർവഹിച്ചോ? റമളാനിലെ സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ചോ? റമളാനിലെ തറാവീഹ് നിസ്കാരങ്ങൾ നിർവഹിച്ചോ? റമളാനെ പൂർണ്ണമായി ആദരിച്ചോ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരൻ മനസാക്ഷിയോട് ചോദിക്കണം. പാപം കൊണ്ട് കറുത്തുപോയ ഹൃദയമാണ് നമ്മുടേത്. ഒരു തെറ്റ് ചെയ്യുമ്പോൾ മുസൽമാന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി
പുള്ളി വീഴും. അങ്ങനെ ഒരു തെറ്റിന് ഒരു കറുത്ത പുള്ളി, രണ്ട് തെറ്റിന് രണ്ട് കറുത്ത പുള്ളി. എന്നാൽ നോക്കു മക്കളെ, നമ്മുടെ ഹൃദയത്തിൽ എത്ര ആയിരം കറുത്ത പുള്ളി വീണ് കാണും. ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ, ഒരന്യ സ്ത്രീയെ നോക്കുമ്പോൾ, ഒരന്യ സ്ത്രീയെ ആഗ്രഹിക്കുമ്പോൾ, ഒരന്യ സ്ത്രീയുടെ പടം കണ്ട് സന്തോഷിക്കുമ്പോൾ, ഒരന്യ സ്ത്രീയുടെ ശബ്ദം കേൾക്കാൻ കൊതിക്കുമ്പോൾ, ഒരന്യ സ്ത്രീയുമായി സല്ലപിക്കുമ്പോൾ, ഒരന്യ സ്ത്രീയുമായി സഹവസിക്കുമ്പോൾ, ഒരു ഹറാമായ വർത്തമാനം പറയുമ്പോൾ, ഒരാളെക്കുറിച്ച് പരദൂഷണം പറയുമ്പോൾ, ഒരാളെക്കുറിച്ച് ഏഷണി കൂട്ടുമ്പോൾ, അപ്പോഴെല്ലാം നിന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീണുകൊണ്ടിരിക്കുകയാ മുസൽമാനെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? കറുത്ത് 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 കരിവാളിച്ച് കരിക്കട്ട പോലെ ആയി പോകുന്ന നമ്മുടെ ഹൃദയമാ. 11 മാസവും തെറ്റുകൊണ്ട് ഹൃദയം കറുത്ത് കരിക്കട്ടയായി പോയെങ്കിൽ അള്ളാഹു ഒരു പുണ്യത്തിന്റെ പൂമഴ പെയ്യുന്ന മാസം തരികയാ. പുണ്യത്തിന്റെ പൂമഴ പെയ്യുന്ന മാസമാ. അള്ളാഹുവിന്റെ റഹ്മത്ത് പങ്കു ചെയ്യുന്ന മാസമാ. ഈ റഹ്മത്തിനെ നമ്മൾ കറുത്ത ഹൃദയത്തിലേക്ക്, പാപം കൊണ്ട് കറുത്ത് കരിവാളിച്ചു പോയ ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിനെ ശക്തിയായിട്ട് സ്പ്രേ ചെയ്തു കൊടുത്താൽ, ശക്തിയായിട്ട് റഹ്മത്തിനെ പങ്കു ചെയ്തു കൊടുത്താൽ, ആ റഹ്മത്തിന്റെ നനവ് കൊണ്ട് ഈ കറുപ്പ് മെല്ലെ അലിയാൻ തുടങ്ങും മക്കളെ. ആ കറുപ്പ് മെല്ലെ മെല്ലെ മാറാൻ തുടങ്ങും, ആ അഴുക്ക് മാറാൻ തുടങ്ങും. അങ്ങനെ മെല്ലെ മെല്ലെ ഹൃദയത്തിൽ നിന്ന് അഴുക്ക് മാറി 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 ഹൃദയത്തിലെ ഈമാന്റെ പ്രഭ കൊണ്ട് പ്രശോഭിതമാകാൻ തുടങ്ങും. അങ്ങനെ വിശുദ്ധ റമളാന് നമ്മുടെ ഹൃദയങ്ങളെ ഈമാന്റെ പ്രഭ കൊണ്ട് പ്രശോഭിതമാക്കിയോ മക്കളെ? വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കുക. അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്ത് നമ്മുടെ പാപത്തിന്റെ കറുപ്പ് ഹൃദയത്തിൽ നിന്ന് നമ്മൾ കഴുകിക്കളഞ്ഞോ? അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്തോ? അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നമ്മുടെ ഹൃദയം പുണ്യമായോ? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അനുഗ്രഹത്തിന്റെ തേന്മഴ പെയ്യുന്നത് കൊണ്ട് ആ അഴുക്കെല്ലാം പോയിട്ട് ഹൃദയത്തിൽ നിന്ന് ഈമാന്റെ പ്രഭ കൊണ്ട് ഹൃദയം പ്രശോഭിക്കാൻ തുടങ്ങിയോ മക്കളെ? ഗൗരവ